ഡോക്ടർ അരുൺകുമാർ സർ, നമ്മുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ MLA, പ്രിയ സുഹൃത്ത് ചാണ്ടി ഉമ്മൻ, എൻ്റെ സുഹൃത്ത് ശ്രീ വസീഫ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺക്ലേവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിനെ കുറിച്ച്, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളെക്കുറിച്ച്, പോലീസിൽ AI ടെക്നോളജി, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഈ ടെക്നോളജി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ നേരത്തെ വസീഫും ശ്രീ ചാണ്ടിയുമ്മനൊക്കെ സംസാരിക്കുന്ന സമയത്തും എൻ്റെയും പഠിക്കുന്ന കാലമൊക്കെ ഒന്ന് ഓർമ്മ വരികയാണ്. ഞാൻ LP ക്ലാസ് പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു. സാറ് ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, ഇതാ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ടെക്നോളജി വരാൻ പോകുന്നു. ആ സമയത്ത് ലാൻഡ് ഫോണിന് വേണ്ടിയിട്ട് ആൾക്കാർ നല്ല റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ അന്ന് ലാൻഡ് ഫോൺ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. പൊളിറ്റിക്കൽ റെക്കമെൻഡേഷനൊക്കെ വേണം ഒന്ന് ലാൻഡ് ഫോണൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോഴാണ് സാറ് ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നത് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ലോകം മാറിയത്. ഈ കാര്യം എൻ്റെ മോളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ അവർ ചിരിക്കൂല്ലേ? എത്ര പെട്ടെന്നാണ് ലോകത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ വേഗത നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ആ മാറ്റത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ, Xൽ അദ്ദേഹം കുറിച്ചു, ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് അത് നമ്മുടെ ചെങ്കൽപ്പേട്ടിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ IIT ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ആ ട്രാക്ക് തയ്യാറായിരിക്കുകയാണ്. ഏകദേശം 410 മീറ്ററാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന, മർദ്ദം കുറച്ച ട്യൂബുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന AI ടെക്നോളജി ഉപയോഗിച്ച്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹൈപ്പർ ലൂപ്പുകൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് നമ്മളെ ഭാരതവും കടന്നു കഴിഞ്ഞിരിക്കുന്നു. 410 മീറ്റർ ട്രാക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന വന്ദേ ഭാരതമൊന്നും അല്ല, നമ്മളും യാത്ര ചെയ്യുക ഹൈപ്പർ ലൂപ്പിലായിരിക്കും. പക്ഷേ അതിൻ്റെ വേഗത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലെത്താൻ അരമണിക്കൂർ പോലും വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ വേഗതയേറിയിട്ടുള്ള ഈ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക് അരമണിക്കൂർ, 1 മണിക്കൂറിനുള്ളിലെത്താൻ പറ്റുന്ന ടെക്നോളജിയെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന് ദൂരം ഉണ്ടാവില്ല. നമുക്കാണിപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട് വരെ പോകണമെങ്കിൽ ഞാൻ ഒരു കാലത്ത് ആലോചിക്കും, ഈശ്വര എത്ര സമയമെടുക്കും, എപ്പോഴാണ് എത്തുക അല്ലേ? ഇനി ലോകം മാറുമ്പോൾ, AI ടെക്നോളജി വികസിക്കുമ്പോൾ ദൂരങ്ങൾ നമുക്ക് പ്രശ്നമല്ലാതാകും, സമയം നമുക്ക് പ്രശ്നമല്ലാതാകും, പല അതിർവരമ്പുകളും ഇല്ലാതാകും എന്നുള്ളതാണ്. നോക്കൂ, സൂപ്പർ സോണിക് സ്പൈസ് ജെറ്റുകൾ വരാൻ പോകുന്നു. നിലവിലുള്ള വിമാനങ്ങളല്ല. ഞാനിപ്പോൾ ചാണ്ടിയമ്മനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇന്നലെ വത്തിക്കാനിലായിരുന്നു. വത്തിക്കാനിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഏകദേശം 13 മണിക്കൂർ അദ്ദേഹം യാത്ര ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഈ പറയുന്ന സൂപ്പർ സോണിക് സ്പേസ് ജെറ്റാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റും. 1 മണിക്കൂർ വേണ്ടി വരില്ല എന്ന് പറയുന്നത്. ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ടെക്നോളജി. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിൽ ഹൈപ്പർ ലൂപ്പും അതുപോലെ ഇത്തരത്തിലുള്ള സൂപ്പർ സോണിക്കും എല്ലാം നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഗതാഗത മേഖലയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം, ഡ്രൈവർ ഇല്ലാത്ത കാറുകളെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നു. സെൽഫ് ഡ്രൈവിംഗ് കാർ മനുഷ്യന് പറ്റുന്ന അപകടങ്ങളെ 90% കുറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കാരണം മനുഷ്യന്മാർക്ക് കാണിക്കുന്ന ചെറിയ അശ്രദ്ധയാണ് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. ആ അപകടങ്ങൾ ഒരു 90% ഇല്ലാതാക്കാൻ സാധിക്കും. ട്രാഫിക് സിഗ്നലുകൾ അനലൈസ് ചെയ്ത് എതിർഭാഗത്ത് വരുന്ന വണ്ടികളുടെ സെൻസറുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ എടുക്കേണ്ട ഡിസിഷൻ, അക്യുറസിയുള്ള കൃത്യമായ ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വാഹനത്തിന് സാധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇന്ധനക്ഷമത ഉണ്ടാകുന്നു, സുരക്ഷിതമായ യാത്ര അനുഭവം ഉണ്ടാകുന്നു,
സുഖകരമായ യാത്ര ഉണ്ടാകുന്നു, ഇന്ധന ക്ഷമതയുണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, സെൻസറുകളും ക്യാമറകളും അതുപോലെ തന്നെ ലേണിംഗ് അൽഗോരിതങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ടെക്നോളജി, വലിയ മാറ്റം. ഒരുപക്ഷെ ഒരു 2-3 കൊല്ലങ്ങൾ കൊണ്ട് ഇന്ന് കാണുന്നൊരു ലോകമായിരിക്കില്ല, എൻറ്റയർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് ഒരു വാർത്തയിൽ കണ്ടു, AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു എലിയെ ഉണ്ടാക്കിയ വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാനത് വായിച്ചത് റിപ്പോർട്ടർ ചാനലിൻ്റെ ലിങ്കിലാണ്. എലികളുടെ ജീവിത രീതിയെപ്പറ്റി പഠിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച എലി. ആ എലിയുടെ മണം പോലും എലിയുടേതിന് സമാനമായിരിക്കും എന്നാണ് പറയുന്നത്. എലിക്കൂട്ടത്തിലേക്ക് പോയിരുന്ന് എലിയുടെ ജീവിത രീതിയും എല്ലാം പഠിക്കാൻ ഈ കൃത്രിമ എലിക്ക് സാധിക്കും. മറ്റെലികൾക്ക് ഇത് എലിയാണെന്ന് പോലും തിരിച്ചറിയാൻ, എലി അല്ലാന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്രമാത്രം എലിയോട് സമാനമായിട്ടുള്ളൊരു കൃത്രിമ എലിയെ നിർമ്മിച്ചിരിക്കുന്നു. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സിരിയും അലക്സയും ഒന്നും ഇല്ലാതെ നമുക്കിത് ജീവിക്കാൻ സാധിക്കുമോ? എന്തുണ്ടെങ്കിലും നമ്മൾ സിരിയോട് ചോദിക്കും, അല്ലെ അലക്സയോട് ചോദിക്കും, അല്ലേ? ഈ സിരി, അലക്സ തുടങ്ങിയ പദങ്ങൾ ഇന്ന് ചെറിയ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാലോ. ചാറ്റ് GPT ഇല്ലാത്തൊരു ജീവിതം നമുക്ക് സാധ്യമാണോ? എത്ര പെട്ടെന്നാണ് ചാറ്റ് GPTയുടെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ കണക്കുകൾ, നെറ്റ്ഫ്ലിക്സൊക്കെ എടുത്ത കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്താനെടുത്ത സമയം ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചാറ്റ് GTPക്ക് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വലിയ മാറ്റങ്ങൾ, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചിറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി. ഇലോൺ മസ്കിൻ്റെയൊക്കെ ചിന്തകൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനത്തൊക്കെ ഭ്രാന്തമായ ചിന്തകളാണോ എന്ന് പോലും തോന്നിപ്പോവും. പക്ഷേ ഒക്കെ യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ, സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലപ്പുറത്താണ്. അത് വ്യവസായ രംഗത്ത് പുതിയ സമ്പദ്ഘടനകളുടെ ആവിർഭാവത്തിന്, നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്താൻ, എല്ലാത്തിനെയും പുനർനിർമ്മിക്കാൻ കഴിയുന്നതാണ് ഈ ടെക്നോളജിയുടെ വികസനം എന്നുള്ളത് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും. നോക്കൂ, അതിവേഗം മാറുന്ന നമ്മുടെ ലോകത്തിൽ വിജയിക്കാനുള്ള അനിവാര്യതയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ജീവിതത്തിൽ നമുക്ക് ജയിക്കണോ, ഇനി വരുന്ന ലോകത്ത് നിങ്ങൾക്ക് ജയിക്കണോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടിയേ തീരൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, വിദ്യാഭ്യാസ രംഗത്ത്, കായിക രംഗത്ത്, കാലാവസ്ഥ പ്രവചനത്തിന് എന്ത് മേഖലയുണ്ടായി കഴിഞ്ഞാലും, ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സാധ്യം AI ടെക്നോളജിയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം കാണാൻ പറ്റും. ബൈജൂസ് ആപ്പ്, ഒരുപക്ഷെ കൊറോണ സമയത്തൊക്കെയാണ് നമുക്ക് ബൈജൂസ് ആപ്പിനെ പറ്റി കൂടുതൽ നമ്മൾ പഠിച്ചത്. പക്ഷേ നോക്കൂ, ആ ബൈജൂസ് ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ടേൺ ഓവർ എത്ര കോടികളാണ്. ഇപ്പോൾ കുറച്ച് കടത്തില്ലെന്നൊക്കെയാണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടുംപുറത്ത് പോലും സ്വാധീനമുണ്ടാക്കാൻ അത്തരം ലേണിംഗ് ആപ്പുകൾക്ക് സാധിച്ചല്ലോ. വേദാന്ത, നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നു. ആയിരക്കണക്കിന്, 10,000-കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൊഴിലില്ലാണ്ടാവുകയല്ല. ഒരുപക്ഷെ ഒരു പുതിയ കാര്യം വരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് ആശങ്കയുണ്ടായിരുന്നു, ട്രാക്ടർ വന്ന സമയത്ത് ആശങ്കയുണ്ടായിരുന്നു. ഇതൊക്കെ തൊഴിൽ നഷ്ടപ്പെടുത്തുമോ? ഒക്കെയുള്ള സമരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതല്ല, നേരെ മറിച്ച് വലിയ തൊഴിലവസരങ്ങൾ, അനന്തമായ സാധ്യതകളെ തുറന്നിടുന്നതാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി, ഇല്ലേ? ഇന്നെല്ലാവരും അത്തരം മേഖലകളിലേക്ക് കടക്കുന്നു. നോക്കൂ, ഏത് താല്പര്യമുള്ള മേഖലയെക്കുറിച്ച് പഠിക്കാനും ഇന്ന് ഏത് നാട്ടുംപുറത്തുള്ള കുട്ടിക്ക് സാധിക്കുന്നുണ്ടല്ലോ. സാധിക്കുമായിരുന്നു ഒരു കാലത്ത്. വിദഗ്ധമായിട്ടുള്ള പഠനം സാധ്യമാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പോകണം. ഇന്ന് ഏത് കുട്ടിക്കാണെങ്കിലും ഏത് വിഷയത്തെപ്പറ്റി പഠിക്കാനും ഏത് കോഴ്സുകൾ ജോയിൻ ചെയ്യാനും ആ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഒന്നും മാത്രം മതി. നോക്കൂ, സംരംഭകത്വം, എൻ്റർപ്രണേഴ്സ്, ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്ത് എൻ്റർപ്രണേഴ്സ് ഉണ്ടാകണം. ഒരു തൊഴിലിനു വേണ്ടി നടന്ന ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ഇല്ലേ? ഇതായിരുന്നില്ലേ ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ താല്പര്യം? ഇപ്പം ചെറുപ്പക്കാരോട് ചോദിക്കുക, എന്തായിത്തീരാനാണ് താല്പര്യം എന്ന് ചോദിക്കുക. ചെറുപ്പക്കാർ പറയും, ഞങ്ങൾക്ക് തൊഴിലൊന്നും വേണ്ട ചേട്ടാ, എനിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റണം. ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ അഹമ്മദാബാദിൽ കുറേ പേരോട് സംസാരിച്ചു. കുറേ ആൾക്കാർ പരിചയപ്പെട്ടു, പാർട്ടിയുടെ പരിപാടിയൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്.
ആർക്കും സർക്കാർ ജോലിയിൽ ഒരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. തൊഴിൽ തേടി അലയുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറാൻ ഇന്ത്യൻ യുവത്വം ഇന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ ടെക്നോളജി നമുക്ക് തുറന്നിടുകയാണ്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് യൂണിക്കോൺസിൻ്റെ എണ്ണം ഏകദേശം 1-2 അറിയപ്പെടുന്ന യൂണിക്കോൺസ് ഉണ്ടായിരുന്നത്. ഇന്ന് 100-ലധികം എണ്ണം പറഞ്ഞ യൂണിക്കോൺസ് ഉള്ള രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ലോകമെമ്പാടും നമുക്ക് കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. സ്റ്റാൻഡപ്പ് ഇന്ത്യ, അതുപോലെ തന്നെ അടൽ ഇന്നോവേഷൻ പ്രൊജക്റ്റ്, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ തുറന്നിടാൻ നിങ്ങളുടെ കയ്യിൽ ആശയമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടോ, അതിൽ നിങ്ങൾക്ക് പണം തടസ്സമാകില്ല. നിങ്ങൾക്ക് ഏതറ്റം വരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് കൂടെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പിന്തുണ നമുക്ക് കിട്ടുന്നു. കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ എപ്പോഴും ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഒരുപാട് നെൽവയലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നെൽകൃഷിയില്ല തീരെ. അവിടെ ഞങ്ങളൊരു ഡ്രോൺ കൃഷി അതിൻ്റെ ലൈസൻസ് കിട്ടിയ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രോൺ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ അതിൽ കൂടി പങ്കെടുത്തു. ഞങ്ങളുടെ വയലുകളിലെല്ലാം ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചാണ് വളപ്രയോഗം ചെയ്യുന്നത്. 450 കിലോയുടെ ചാക്ക് പണ്ട് കാലത്ത് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി അത് വയലിൽ കൊണ്ടുപോയിട്ട് വളപ്രയോഗം ചെയ്യുന്നതിന് പകരം ആ 445 കിലോന് പകരം 45 ml നാനോ യൂറിയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഞാനതിൻ്റെ പ്ലാന്റിൽ പോയിരുന്നു അഹമ്മദാബാദിൽ. 45 കിലോയുടെ ചാക്കിന് പകരം 450 ml നാനോ യൂറിയ മതി. നമുക്ക് സാധാരണ യൂറിയേക്കാൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈൽഡ് കിട്ടുന്നു ഈ നാനോ യൂറിയക്ക്. എത്ര വലിയ ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കി. ചരക്ക് കൊണ്ടുപോകാൻ ഇത്രയധികം സ്ഥലം വേണ്ട, ലോറികൾ വേണ്ട, ഒന്നും വേണ്ട, 450 ml മതി. അപ്പോൾ അത്ര വലിയ മാറ്റങ്ങൾ കാർഷിക മേഖലയിലും സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയെപ്പറ്റി കൃത്യമായിട്ടുള്ള ആക്യുറേറ്റായിട്ടുള്ള പ്രവചനങ്ങൾ, മണ്ണിനെ കൃത്യമായി പരിശോധിച്ച് എന്ത് വേണം, എന്ത് വളം വേണം, ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നു. അതൊക്കെ എങ്ങനെയാണ്? മനുഷ്യൻ്റെ പരിമിതികൾ ഒരുപാടുണ്ട്. പക്ഷേ കൃത്രിമ ബുദ്ധിക്ക് ആ പരിമിതികൾ മനുഷ്യബുദ്ധിയെയും മറികടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ടെക്നോളജി മാറുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ കാർഷിക മേഖലയിൽ സാധ്യമാകുന്നു. ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖല, നമുക്ക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് പോലുള്ള സംവിധാനങ്ങൾ വരുന്നു. ഈ കർഷകൻ്റെ ഏത് ഉൽപ്പന്നവും ലോകത്തെവിടെയും വിൽക്കാൻ വേണ്ടി സാധിക്കുന്നു. എത്ര വലിയ മാറ്റം, എത്ര വലിയ ഡെവലപ്മെൻറ്റ്. നമ്മളുണ്ടാക്കുന്ന ഒരു കൊച്ചു പ്രൊഡക്റ്റ് അതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അത് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഓരോരുത്തരേക്കും സംരംഭകരാകാൻ, ഏത് മേഖലകളിലേക്കും ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലാനുള്ള വലിയ സാധ്യതകളാണ് AI മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാൻ പറ്റുന്ന പങ്ക്, ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മനുഷ്യനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ചൂരൽമലയിൽ, ഞാൻ വസീഫൊക്കെ ചൂരൽമലയിലും മുണ്ടക്കൈയിലൊക്കെ ദിവസങ്ങളോളം ഉണ്ടായിരുന്നു. 10-40 ദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങൾക്കറിയാം മനുഷ്യന്മാരുടെ ശേഷി കഴിഞ്ഞു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ. ഞങ്ങളൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഡ്രോൺ സഹായത്തോടു കൂടിയുള്ള പരിശോധനകൾ, ഭൂമിക്കടിയിൽ 6-7-8 മീറ്റർ അടിയിൽ കടന്ന മൃതദേഹങ്ങൾ പോലും ഈ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നു. അതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, അത്തരം സെൻസറുകളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അപ്പോൾ ഏത് മേഖലയിലായാലും ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. സാധ്യതകൾ തുറന്നിടുന്നത് പോലെ തന്നെ വലിയ വെല്ലുവിളികളുമുണ്ട്. ഡാറ്റ, സ്വകാര്യത, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് തൊഴിലവസരങ്ങളുടെ സാധ്യതകളെപ്പറ്റി, തൊഴിലില്ലാതാകുന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ചർച്ചകളുടെയും മുൻതൂക്കം ഇല്ലാതാകുന്ന തൊഴിലുകളേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് AI പഠിച്ചാൽ തൊഴിലില്ലാണ്ടായി പോകുമെന്നുള്ള ആശങ്ക ആർക്കും വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അനന്ത സാധ്യതകൾ തന്നെ തുറന്നിടുന്നതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ഇതുവരെയുള്ള പഠന രീതികൾ പോരാ, പാഠ്യപദ്ധതികൾ മാറണം. ഇതുപോലുള്ള സിലബസുകൾക്ക് പകരം അത്യന്താധുനികമായിട്ടുള്ള സിലബസുകളിലേക്ക് കടക്കാൻ സാധിക്കണം. പുതിയ ടെക്നോളജിയെപ്പറ്റി പഠിപ്പിക്കണം.
ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടറൊന്നും പഠിപ്പിക്കേണ്ട. നേരത്തെ വസീഫ് പറഞ്ഞു ഇത് മൗസാണ്, ഇത് CPU ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഇപ്പോൾ ഈ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കേണ്ട, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട. അതുപോലെ തന്നെയാണ് ഡ്രൈവിങ്. പണ്ടൊക്കെ ഞാനൊക്കെ ഡ്രൈവിങ് പഠിച്ചത് സൈക്കിൾ കയറി പഠിച്ചു, അതിനുശേഷം ബൈക്ക് പഠിച്ചു, കാറ് പഠിച്ചു, കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഒരു കഷ്ടപ്പാടുമില്ല. ഇപ്പോൾ പയ്യന്മാർ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ നേരെ കാറൊക്കെ എടുത്ത് അങ്ങോട്ട് ഓടിക്കുകയാണ് അല്ലേ. ഇത് കണ്ട് പഠിക്കുകയാണ്. ശരിക്കും ഇൻബോൺ ടാലൻ്റായിട്ട് ഈ ഡ്രൈവിങ്ങും കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടികൾ പോലും അലക്സയോടൊക്കെ സംസാരിച്ചിട്ട് കമാൻഡുകൾ കൊടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഗ്രാമീണ മേഖല നല്ല നൈപുണ്യത്തിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ എയുടെ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സാങ്കേതികവിദ്യയുടെ ഗൗരവകരമായ ഭാഗങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക്, നിലവിലുള്ള ജീവനക്കാർക്ക് അപ്സ്കില്ലിങ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അവർക്ക് പുതിയ ട്രെയിനിങ്ങുകൾ കൊടുക്കണം, വൈദഗ്ധ്യം കൊടുക്കണം ആ മേഖലകളിലെല്ലാം തന്നെ. പിന്നോക്ക മേഖലകളിലൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. റീസ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങും ഈ മേഖലകളിലൊക്കെ നിർബന്ധമാണ്. മറ്റൊരു ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് പ്രതിഭാദാരിദ്ര്യം ഉണ്ടാകുന്നുള്ളതാണ്. എന്താ ഈ പ്രതിഭാദാരിദ്ര്യം എന്ന് പറയുന്നത്? നല്ല കഴിവുള്ള ആളുകൾ, പ്രതിഭകൾ, ആ പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടണം. ടെക്നോളജിയിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ അത്തരം പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. പ്രതിഭയുള്ള പ്രൊഫഷനുകൾ ഉണ്ടാകണം. ആ പ്രൊഫഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കോൺക്ലേവ് ഒക്കെ നടക്കുന്നത്. അല്ലാതെ നിലവിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നേരെ മറിച്ച് അതിൽ നല്ല ഗവേഷണങ്ങൾ നടത്തി നല്ല പ്രതിഭകൾ, നിങ്ങളുടേതായിട്ടുള്ള ആ കോൺട്രിബ്യൂഷൻസ് എല്ലാ മേഖലകളിലും ഉണ്ടാകണം. പ്രതിഭയുള്ള പ്രൊഫഷനുകളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, നല്ല സമയം, ഉച്ച സമയമാണ് അല്ലേ. 3 മണി എന്ന് പറയുന്നത് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ആ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ കമ്പ്യൂട്ടറുകളും അല്ല, പലരുടെ മുഖത്ത് മുറക്കക്ഷീണവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അധികമൊന്നും സംസാരിക്കില്ല, എന്ന് നിർത്താം. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ശോഭനമായിട്ടുള്ള ഒരു ഭാവി നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയ സമയത്ത് പറഞ്ഞത് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല, ഒരു പുതിയ ഡെഫിനിഷൻ കൂടി AI ക്കുണ്ട്. ദാറ്റ് ഈസ് അമേരിക്ക, ഇന്ത്യ. നിറഞ്ഞ കയ്യോടോട് കൂടിയിട്ടാണ് അമേരിക്കയിലെ ആ സദസ്സ് അത് കേട്ടത്. അമേരിക്ക ആൻഡ് ഇന്ത്യ. വലിയ അമേരിക്കയും ഇന്ത്യയും കൈകോർത്താൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ്, ഇന്ത്യ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാൻ പവർ, ഏറ്റവും വലിയ പോസിറ്റീവായുള്ള ഘടകമാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ്, ഏറ്റവും ചെറുപ്പമായ രാജ്യമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലോകത്തിനെ നയിക്കാൻ ശേഷിയുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറണം. ആ മാറുന്ന സമയത്ത് അതിൻ്റെ നേതൃനിരയിലിരിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഈ ടെക്നോളജിയിൽ നിർണായകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങളുടേതായിട്ടുണ്ടാകണം. അതിന് നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. വന്ദേ മാതരം.